ദാ ഇന്ന് വെജിറ്റബിൾ മഞ്ചൂരിയനാണ് ഉണ്ടാക്കുന്നത്. ഇത് ചോറിൻ്റെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്, അല്ലാതെ വെറുതെ കഴിക്കാനായിട്ടും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പച്ചക്കറികളെന്ന് പറയുന്നത് ക്യാബേജ് തീരെ പൊടിയായിട്ട് ചീകിയെടുത്തത്, പിന്നെ കുറച്ച് ക്യാരറ്റ്, ഒരു ചെറിയ സവാള, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് മല്ലിയില. ഇത്രയാണ്. ഇതെല്ലാം പൊടിയായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ ക്യാരറ്റും ക്യാബേജും സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടിയും ഒരു 4 സ്പൂണ് മൈദാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പ് പൊടി, പിന്നെ കളറിനായിട്ട് ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പം ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യണം. തീ കുറച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കറിയാക്കാനായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം അതിലേക്ക് വെളുത്തുള്ളി, സവാള, കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കണം. ഇനി മുളക് പൊടി, കുരുമുളക് പൊടി, ഇനി കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണേ. ഒരു 1/2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട്. എന്നിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ആ ബോൾസ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം.